വെൽക്കം ബാക്ക് ടു എല്ലാർമല്ലു കപ്പിൾസ്. ലോകസഞ്ചാരികൾ ഇഷ്ടത്തോടെ തേടിയെത്തുന്ന യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട തമിഴ്നാട്ടിലെ മഹാബലിപുരത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ഇവിടം സുഖമായിട്ട് കണ്ടുപോരാം. മഹാബലിപുരത്ത് 2 ദിവസം കൊണ്ട് മുഴുവൻ സ്പോട്ടുകളും സിമ്പിൾ ആയിട്ട് നമുക്ക് കവർ ചെയ്യാം. അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ആണ് വരുന്ന വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തൃശ്ശൂരിൽ 10:15 എത്തണ ട്രിവാൻഡ്രം സെൻട്രൽ ഷാലിമാർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിലാണ് നമ്മൾ യാത്ര ചെയ്തത്. ആദ്യം തന്നെ പറയട്ടെ, സിംഗിൾ ട്രെയിൻ വഴി നമുക്ക് ഒരിക്കലും മഹാബലിപുരത്ത് എത്താൻ പറ്റില്ല. കണക്റ്റിംഗ് ട്രെയിനുകളും ബസ്സുകളും മാറിക്കറിയാൻ മാത്രമേ അവിടെ എത്തിപ്പെടുകയുള്ളൂ. തൃശ്ശൂരിന് കയറി തമിഴ്നാട്ടിലെ പേരാമ്പൂർ വരെയായിരുന്നു ആദ്യത്തെ യാത്ര. പേരാമ്പൂരിൽ നിന്ന് 10 രൂപയ്ക്ക് ബസ് ടിക്കറ്റ് എടുത്ത് നമ്മൾ ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് ചെയ്തത്. ചെന്നൈ എഗ്മോർ സ്റ്റേഷനിൽ നിന്ന് ഒരാൾക്ക് 30 രൂപ ടിക്കറ്റ് കയറിയാൽ 60 കിലോമീറ്റർ കവർ ചെയ്തിട്ട് 1 മണിക്കൂറിൽ നമ്മൾക്ക് ചെങ്കൽപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിലെത്താം. പേരാമ്പൂർ ടു ചെങ്കൽപ്പെട്ട് ഡെയിലി ലോക്കൽ ട്രെയിൻ ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും ഉണ്ട് കേട്ടോ. ചെങ്കൽപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചെങ്കൽപ്പെട്ട് ബസ് സ്റ്റാൻഡിലേക്ക് 1 കിലോമീറ്റർ ആണ് ഉള്ളത്. ഞങ്ങൾ നടന്നിട്ടാണ് ബസ് സ്റ്റാൻഡിലേക്ക് പോയത്. സ്റ്റാൻഡിൽ പോയി മാമല്ലപുരം എന്ന് പറഞ്ഞാൽ ബസ് കിട്ടും. 25 രൂപ ടിക്കറ്റും എടുത്ത് 1 മണിക്കൂർ യാത്ര ചെയ്താൽ നമ്മൾ നമ്മുടെ മഹാബലിപുരത്ത് എത്തുകയാണ് സുഹൃത്തുക്കളെ. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയാൽ തന്നെ കുഞ്ഞി കുഞ്ഞി ഹോട്ടലുകൾ കാണാൻ പറ്റും. ഈ ബസ് ട്രെയിൻ യാത്രയ്ക്കൊക്കെ ശേഷം 1 മണി ആവാറായിട്ടാണ് ഞങ്ങൾ മഹാബലിപുരത്ത് എത്താനായിട്ട്. അതുകൊണ്ട് തന്നെ രണ്ടാളും ഓരോ ഊണൊക്കെ കഴിച്ചു. ഇവിടെ എല്ലായിടത്തും ഒരു ഊണിന് 120 രൂപയാണ് ചാർജ് ചെയ്യണത്. ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ കുഞ്ഞി ഹോട്ടലുകളിലെല്ലാം ഊണിന് 120, ബിരിയാണിക്ക് 150, 4 സെറ്റ് ഇഡ്ഡലിക്ക് 50, അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ശില്പകലയുടെയും കൊത്തുപണികളുടെയും ഒക്കെ ആസ്ഥാനാണ് മഹാബലിപുരം. റോഡ് നിറയെ കുറെ കൽശില്പങ്ങളൊക്കെ പണിയെടുക്കുന്ന കുറെ തൊഴിലാളികളെ നമുക്ക് കാണാം. ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ 500, 600, 800, 1000 അങ്ങനെ പല റേറ്റിലുള്ള ഹോട്ടലുകളും ഇവിടെ അവൈലബിൾ ആണ്. 2 ദിവസം സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഓട്ടോ ഒന്നും ഇല്ലാണ്ട് സമാധാനപരമായിട്ട് നമുക്ക് എല്ലാ സ്പോട്ടുകളും കണ്ടു മടങ്ങാം. മഹാബലിപുരത്തെ എല്ലാ കാഴ്ചകളും ഉൾപ്പെടുത്തി അടുത്ത വീഡിയോയിൽ നമ്മൾ വരുന്നതാണ്. ബൈ.